സോ ഇത് ഗ്രാൻഡ് കാനിയൻ ഓഫ് യെല്ലോസ്റ്റോൺ ആണ്. ആ ഒരു റിവറും ആ ഒരു ഫോൾസും ബ്രിങ്ക് ഓഫ് അപ്പർ ഫോൾസ് ലോവർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൾസാണ്. സോ ഞങ്ങൾ നേരെ യെല്ലോസ്റ്റോൺ ഇവിടോട്ട് വന്നു റിവർ കാണാനും. നല്ല വാട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. സമ്മർ തുടങ്ങിയിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല വാട്ടർ ഉണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഒരു ഫോളാണ്, ടവർ ഫോൾസ് എന്ന് പറയുന്നുണ്ടല്ലേ. ഈ ടവർ പോലെയാണ് അതിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാട്ടർ ഫോൾസ്. സോ അങ്ങനെ ഞങ്ങൾ മാമോദൊക്കെ കണ്ട് ഇങ്ങോട്ടാണ് വന്നത്, യെല്ലോസ്റ്റോൺ റിവർ കാണാനും പിന്നെ ഗ്രാൻഡ് കാനിയോൺ ഓഫ് യെല്ലോസ്റ്റോൺ. ഇത് കണ്ടിരിക്കേണ്ട ഒരു ഏരിയയാണ്. സോ നമ്മളിവിടെ ജീസസ് കാണാൻ വേണ്ടി പോവാണ്. കുറേ ജീസസ് ഉണ്ട്. ഇത് 2 ലൂപ്പായിട്ടാണ്. ഒരു ലൂപ്പിൽ നമുക്ക് കളർഫുള്ളായിട്ടുള്ള കുറേ ഹോട്ട് സ്പ്രിങ്സ് കാണാൻ പറ്റും. സെക്കൻഡ് നമ്മളിങ്ങോട്ട് വന്നാൽ നമ്മളെ നോറസ് ഗീസർ ബേസിൻ്റെ സ്റ്റീം ബോട്ട് ജീസർ, അങ്ങനെ കുറേ ജീസേഴ്സ് ഉണ്ട്. സിസ്റ്റേൺ സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയുക, നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ ഇതൊക്കെ ഒന്ന് കാണണം. ഇങ്ങനത്തെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഇതെല്ലാം നമ്മുടെ ഹൈഡ്രോ തെർമൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയത് നോറസ് ഗീസർ ബേസിനിലാണ്. ആൻഡ് ഇതിന് 2 ലൂപ്സ് ഉണ്ട്. ഒരു ലൂപ്പിലെന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സും പിന്നെ ഒന്നിൽ ഫുൾ ഓഫ് ഗീസേഴ്സ് ആണ്. ഇതിന് ആ ഒരു കളർ കൊടുക്കുന്ന ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫർ ആൻഡ് ലൈറ്റ് റിഫ്രാക്ഷൻ ആണ്. ഇതിൽ ബ്ലൂ കളർ, അങ്ങനെ പല കളറിലുള്ള ഗീസേഴ്സ് നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഗീസർ ഏരിയയിലോട്ടാണ് പോയത്. ഇത് കുറച്ച് നമുക്ക് സ്ട്രോളർ ഫ്രണ്ട്ലി ആണ്, ഹൈക്കൊന്നും ചെയ്യേണ്ട, പക്ഷേ കറങ്ങി കാണാൻ ഒരുപാട് ഗീസേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കളറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഫുൾ ഓഫ് കളേഴ്സാണ്. ഗ്രീൻ കളറും ഒരു ഗ്രീൻ യെല്ലോ മിക്സ് ആയിരുന്നു. ഫുൾ ഗീസേഴ്സാണ് കേട്ടോ. അവർ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, യു ഷുഡ് വാക്ക് ത്രൂ ദ പേവ്ഡ് പാത്ത് എന്നാണ്. കണ്ടില്ലേ, നൈതുവിനെ ഇരുത്തി ഏട്ടൻ വരുവാണ്. നമ്മളിങ്ങനെയാണ് പോയത് നൈതുവിനെയും കൊണ്ട്. നൈതു അതിലിരുന്നു, കാരണം കുറേ നേരമൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ, നടക്കുമ്പം തളരും. അതുകൊണ്ട് പിന്നെ അവൾ കുറേ നേരം സ്ട്രോളറിലൊക്കെ ഇരുന്ന് നമ്മൾ സ്ട്രോളർ ഉരുട്ടി കറങ്ങിയാണ് ഇത് ഫുൾ കണ്ടത്. ഞങ്ങൾ ആക്ച്വലി ഫുള്ള് കണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ ആ ഒരു ഇത് സിസ്റ്റേൺ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇതും ഗീസേഴ്സാണ്. അതിങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. ഇത് ആ ഒരു ഗീസറിൻ്റെ ഒഴുക്കാണ്. അതിങ്ങനെ ഒഴുകി വെള്ളം ഇങ്ങനെ ഹോട്ട് സ്പ്രിങ് പൊക്കോണ്ടിരിക്കുവാണ്. ചെറിയ ചെറിയ ഹോട്ട് സ്പ്രിങ്. ഇതിൽ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു എന്താണ് തണ്ടർ സൗണ്ട് പോലെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഡേ 1 ലാസ്റ്റ് പോയിൻ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫുള്ള് നല്ല തളർന്നു പോയി. ഇത് സ്റ്റീം ബോട്ട് ഗീസറാണ്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ടോളസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ഗീസർ ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് യു ലക്ലി ഗോട്ട് എ ചാൻസ് ടു വാച്ച് ദിസ് ഗീസർ ഇറപ്ഷൻ, നിങ്ങൾ ഭയങ്കര ലക്കി ആയിരിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ആ ഒരു ചേണിങ് സൗണ്ടും ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വെള്ളം തെറിക്കുന്നത് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഇറപ്ഷൻ ഈ വർഷം തന്നെ April 14 എന്നായിരുന്നു അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ബ്ലൂ പൂള് പോലെയാണ്, ഫുൾ ഓഫ് ഗീസേഴ്സാണ്. ഇത് ഞങ്ങളുടെ അടുത്ത എൻഡിലാണ്. ഇത് വേറൊരു ലൂപ്പാണ്, നോറസ് ഗീസറിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ ആ ലൂപ്പ് ആക്ച്വലി ജസ്റ്റ് ഒന്ന് ഈ ഒരു നമ്മുടെ സ്റ്റീം ബോട്ട് മാത്രം കണ്ടിട്ട് തിരിച്ച് വരാമെന്നായിരുന്നു. പക്ഷേ കറങ്ങി 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 നമ്മൾ ആ ലൂപ്പ് ഫുള്ള് കാണേണ്ടി വന്നു. കാരണം ഒരു 2.3 മൈല് നമ്മൾ ഹൈക്ക് ചെയ്തു, ഫുള്ള് കണ്ട്. കാരണം ഒരു ലൂപ്പായതുകൊണ്ട് നമ്മൾ കറങ്ങി തിരിച്ച് ആ ലൂപ്പിൽ തന്നെ എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് പകുതി വെച്ച് തിരിച്ച് പോരാനൊന്നും പറ്റത്തില്ല. പിന്നെ സ്ട്രോളർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു. ഇതിപ്പോൾ അറൗണ്ട് ഒരു 6:30 ഒക്കെ ആയി, എന്നിട്ട് നല്ല വെയിലായിരുന്നു. നമ്മൾ ആക്ച്വലി നല്ല തളർന്നു, നല്ല ടയേർഡായിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാം, ആ ഒരു ലൂപ്പ് നമ്മൾ എടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പോയതല്ലേ വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ആ ഒരു നമ്മുടെ നോറസ് ഗീസർ ബേസിൻ്റെ ഫുള്ള് ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഒക്കെ ഇതാണ് ഞാൻ എടുത്തിട്ടിരുന്നത്. പിന്നെ നമ്മൾ കറങ്ങി തിരിച്ച് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വന്നു.
It might go off right here now. It's bubbling. Oh, wait a minute. അങ്ങനെ ഞങ്ങളിത് ഫുള്ള് കണ്ടു, ഓൾമോസ്റ്റ് എല്ലാം കണ്ട് ഞങ്ങൾ വീടെത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, വീടെത്തിയപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു 8:39 ആയി. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നല്ല ടയേർഡായിപ്പോയി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ. എവ്രിവൺ, സോ അപ്പോൾ ഞങ്ങൾ ഡേ 2 അറ്റ് യെല്ലോ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സൗണ്ടൊക്കെ അടഞ്ഞാണ് ഇരിക്കുന്നത്, കാരണം ഇന്നലത്തെ ഞങ്ങൾ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇന്ന് തീരെ രാവിലെയൊക്കെ എണീക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇന്നലെ ഒരു 2.5 മൈൽ ഹൈക്കൊക്കെ എടുത്തു. അത് ലൂപ്പ് മാറി കയറി ഞങ്ങൾ കുറച്ച് കണ്ട് തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് പിന്നെ ഫുൾ കണ്ടിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ജീസസും ഈ ഒരു ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു 6 മിനിറ്റ്സിലെത്തും. അതിങ്ങനെ അതിൻ്റെ ആ ഒരു വോൾക്കാനിക് ലാവ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ദൂരെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ഇറപ്റ്റ് ആയാലുള്ള സ്ഥിതിയല്ലേ? ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോളാണ്, മൈനറാണ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മൊത്തം അതാണ് ഈ ഒരു യെല്ലോ സ്റ്റോൺ. ഇവർ പറയുന്ന ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇറപ്ഷൻ ഉണ്ടായിരുന്നു. ഓ വാവ്, ഇതാണ് ഫൗണ്ടൈൻ പെയിന്റ് പോട്ട്. ഓ ഇത് കാണണ്ടേ? പക്ഷെ എൻ്റെ പൊന്നെ തിരക്ക് പോയിക്കാണ് രാവിലെ. ഇവിടെ കയറി കണ്ടിട്ട് പോയാൽ മതിയായിരുന്നല്ലേ? വിളക്കണോ? പിന്നെ നമ്മൾ നടക്കൂല. അപ്പം നമ്മൾ പ്ലാനിലൊരു ചേഞ്ച് വരുത്തി, അതൊന്ന് കണ്ടിട്ട് പോവാം. വൺ വേ ആണ്, അപ്പം പറ്റത്തില്ല എന്ന് പറയുന്നു. തിരിച്ചു വരുമ്പോൾ ഇതൊരു പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങ് പോയിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ വളയ്ക്കണ്ട. ഓൾറെഡി അവിടെ പാർക്കിംഗ് ലോട്ടൊക്കെ നല്ല ഫിൽഡായി കിടക്കും. അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഡേ 2 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഞങ്ങൾ അറൗണ്ട് ഒരു 6-നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ടൈം ഒരു 6:45 ഒക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായി, ബട്ട് സ്റ്റിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് വെസ്റ്റ് എൻട്രൻസിന് നിയർ ബൈ തന്നെ മെക്ഡി ഉണ്ടായിരുന്നു. സോ ആ മെക്ഡിന്ന് ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത്. പിന്നെ ഇവിടെ ഫുഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിസിറ്റർ സെന്ററിൽ ഓരോരോ വിസിറ്റ് സെന്റർ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ പോയ മാമൂദ്, ബട്ട് റിസ്ക് ആണ്. കുട്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം പിള്ളേർക്ക് വിശക്കുമ്പം നമ്മൾ പെട്ടെന്ന് ഫുഡ് എടുത്ത് കൊടുക്കണ്ടേ. ഇത് നാഷണൽ പാർക്ക് ആയതുകൊണ്ട് കുറേ പോയി നമുക്ക് എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. നമുക്ക് ഫുഡ് പോയിന്റ്സ് എപ്പോഴും തൊട്ടടുത്ത് കാണത്തില്ല. സോ ഇന്നലെ ഞങ്ങൾ പോയ മാമൂദ് ഹോട്ട് സ്പ്രിങ്ങിന്റെ വിസിറ്റർ സെന്ററിന് നിയർ ബൈ ഒക്കെ ലോഡ്ജ് ഉണ്ടായിരുന്നു. ലോഡ്ജും പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ഫുഡ് കിട്ടുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അറൗണ്ട് ഒരു എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് അത് കണ്ടേട്ടാ? വെസ്റ്റിൽ നിന്ന് കയറി നമ്മൾ മാമൂദ് വരെ പോയി. 30 മിനിറ്റ്സ് എടുത്തു. കാരണം ഞങ്ങൾ കണ്ടാണ് പോയത്. മാമൂദ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ട് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് നമ്മളൊരു ടയേർഡായി, കാരണം ഫുഡ് കഴിച്ചില്ല. അത് ഫുഡ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു മെക്ഡിന്ന്. അത് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വിസിറ്റർ സെന്ററിലോട്ട് പോയത്. വിസിറ്റർ സെന്റർ എത്തിയിട്ടാണ് ഞങ്ങൾ കണ്ടത് ഈ ഫുഡ് ഏരിയാസൊക്കെ കണ്ടു. പക്ഷെ അത് ഓപ്പൺഡും അല്ലായിരുന്നു ആ ഒരു ടൈമിൽ. സോ ബെറ്റർ നിങ്ങൾ സേഫായിട്ട് നിങ്ങൾ ഫുഡ് മേടിച്ചിട്ട് കയറുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് ആ ഒരു ഏരിയയിലോട്ടാണ്. കുറേ ഗീസേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അതിന് കുറേ ഇറപ്ഷനും ചേണിങ്ങും പീരീഡൊക്കെ ഉണ്ട്. ആ ഒരു പീരീഡ് വിസിറ്റർ സെൻറ്ററിൽ കാണിക്കും എഴുതി. 10 to 15 മിനിറ്റ്സ് ഒക്കെ കാണത്തുള്ളൂ. സോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വായോ നിങ്ങൾ എൻ്റെ കൂടെ യെല്ലോ സ്റ്റോൺ വിസിറ്റ് ചെയ്യാം.
കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഇതൊരു നമ്മൾ കണ്ടിരിക്കേണ്ട, വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ വിസിറ്റ് ചെയ്യേണ്ട നാഷണൽ പാർക്കാണ്. ഞാൻ പറഞ്ഞ പോലെ US-ലെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ആൻഡ് വേൾഡ്സിലെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. ഇതൊരു 1880s-ലൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നടന്നത്. നമ്മളവിടുത്തെ ആ വിസിറ്റർ സെൻറ്റർ പോയപ്പോൾ അവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞാൻ കാണുന്നതും ഒക്കെ ഫസ്റ്റ് ടൈമാണ്. ഈ ഒരു ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നത്, ജിയോ തെർമൽ ആക്ടിവിറ്റി മൂലം പ്രഷർ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെയാണ് അതിന് ആ ഒരു വാട്ടർ വരുന്നതും. ഭയങ്കര 100 ഡിഗ്രി അബവ് സെൽഷ്യസ് ആണത്, 200 ഒക്കെയാണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റേ ഇൻ ദ പേവ്ഡ് പാത്തെന്ന്. അല്ലാതെ നമ്മൾ ആ പേവ്ഡ് പാത്ത് വിട്ടിറങ്ങരുത്, കാരണം അത് ഡേഞ്ചറാണ്. ജിയോ തെർമൽ ആക്ടിവിറ്റിയുടെ ആ ഒരു ചേഞ്ച്, പ്രഷറിലുണ്ടാവുന്ന വേരിയേഷൻ മൂലം ഉണ്ടാവുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും, ഇങ്ങനെ ഈ റോയറിങ് ആയിട്ടുള്ള സൗണ്ട്. അതൊക്കെ ഒരു വണ്ടർ തന്നെയാണ്. ഞാനും ഫസ്റ്റ് ടൈമാണിത്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഈ ഹോട്ട് സ്പ്രിങ്സും ജീസസും ഒന്നും. സോ വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലെങ്കിൽ വൺസ് ഇൻ എ ലൈഫിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു നാഷണൽ പാർക്ക് തന്നെയാണ് യെല്ലോ സ്റ്റോൺ. ആൻഡ് ഞങ്ങൾക്കതിപ്പം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞാനിവിടെ US-ൽ വന്നിട്ട് എനിക്ക് ഈ ഒരു യെല്ലോ സ്റ്റോൺ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതിന് മുന്നേ എനിക്ക് യെല്ലോ സ്റ്റോണിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. സോ അപ്പോൾ കാണണം എന്നുള്ള ഒരു ആഗ്രഹം. അതിപ്പം ഇത് ബെറ്റർ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ബെസ്റ്റ് എൻട്രൻസിൻ്റെ നിയർ ബൈ സ്റ്റേ ചെയ്യുക മോട്ടലിൽ. സോ അതായിരിക്കും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്ത് വേ ടു എൻ്റർ ദിസ് യെല്ലോ സ്റ്റോൺ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 3 days മാക്സിമം, കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 3 days കുറച്ച് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. കാരണം നമ്മളെല്ലാം കണ്ട് കുറേ ഉണ്ട് ഇവിടെ കാണാൻ. അപ്പം മെയിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണണം എന്നുണ്ടെങ്കിൽ 3 days ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ആൻഡ് അതൊരു വർത്ത് വിസിറ്റും. അതെ. പിന്നെ ഞങ്ങൾ റോഡ് ട്രിപ്പ് അടിച്ചാണ് വന്നത്. സിയാറ്റിൽ ടു യെല്ലോ സ്റ്റോൺ, സിയാറ്റിൽ സ്പൊക്കെയിൻ വഴി ഐഡാഹോ വഴി അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഐഡാഹോ കംപ്ലീറ്റ് ടച്ച് ആയിട്ടില്ല, ബട്ട് ചെറിയ പോയിന്റ്സ് വഴിയാണ് വന്നത്. തിരിച്ച് നമ്മൾ ഐഡാഹോ വഴിയാണ് പോകുന്നത്. ആൻഡ് ഞങ്ങളുടെ സിയാറ്റിൽ ടു യെല്ലോ സ്റ്റോൺ അറൗണ്ട് ഞങ്ങൾ സ്പൊക്കെയിനിൽ ആദ്യം സ്റ്റേ ചെയ്തു. സ്പൊക്കെയിനിൽ ഞങ്ങൾ എത്തിയത് 4.5 hour ട്രാവൽ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് ഒരു 9 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു 7.5-8 hours ട്രാവൽ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടിയൊക്കെ വരും, കാരണം നമുക്ക് റെസ്റ്റ് റൂമിൽ പോകണം, ഫുഡ് മേടിക്കണം. 10 hour ട്രാവൽ ഉണ്ടായിരുന്നു. മൊത്തത്തിലുള്ളതാണ്. റെസ്റ്റ് ടൈമും എല്ലാം കൂടെ. കണ്ടിന്യൂസ് ഡ്രൈവ് പറ്റത്തില്ലല്ലോ, നമുക്ക് റെസ്റ്റ് എടുത്തല്ലേ. അതുപോലെ വാഷ്റൂം റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കണം. പിന്നെ ഫുഡ് അതൊക്കെ നമ്മൾ നോക്കിയാണ് പോയത്. പിന്നെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവളുടെ കൺവീനിയൻസും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ബട്ട് കുഴപ്പമില്ല, ആളിപ്പോൾ ഉറക്കമാണ്, നല്ല ഉറക്കം. രാവിലെ ഉറക്കത്തിൽ തന്നെ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് എടുത്ത് കാർ സീറ്ററിൽ കൊണ്ട് ഇരുത്തി. അപ്പോൾ കുറച്ച് ചിണങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പതുക്കെ ഓണായിക്കോളും. ഓണായിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കൂല, അതാണ് പ്രശ്നം. നമുക്ക് ഇങ്ങനെ കാർ സീറ്ററിൽ ഇപ്പം കുറച്ച് നേരമൊക്കെ ഇരിക്കും, പിന്നെ അവർക്ക് ബോറടിയാണ്. സോ അപ്പം നിങ്ങളും വായോ എന്നോടൊപ്പം യെല്ലോ സ്റ്റോൺ എക്സ്പ്ലോർ ചെയ്യാൻ. സോ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു, ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. രാവിലെ ഇപ്പോൾ ഇവിടെ ഒരു 7:30 കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് കിഡ്സൊക്കെ ഉള്ളവർക്ക് അത്രയും നടന്നു പോകാൻ വേണ്ടി സ്ട്രോളർ കൊണ്ടുപോകാം. ഞങ്ങളെല്ലായിടത്തും സ്ട്രോളർ മാക്സിമം യൂസ് ചെയ്തു, കാരണം ഇപ്പം നൈതും ഇപ്പോൾ ഒരിടത്ത് നടക്കത്തില്ല. സോ ഇതിൽ ഞങ്ങൾ ആദ്യം പോകുന്ന വഴിക്ക് കണ്ട എക്സ്കെൽസർ ജീസർ എന്ന് പറയുന്ന ഒരു ജീസറാണ്. ആ ജീസറിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റീമാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഹോട്ട് സ്പ്രിങ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇറപ്ഷൻസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 100 to 180 feet വരെയൊക്കെ പോകും എന്നാണ് പറഞ്ഞത്. ആൻഡ്
ഇത് മിഡ് ബേ ഗീസർ ബേസിൻ ആണ്. ഇവിടെയാണ് മോസ്റ്റ് ഫേമസ് ആൻഡ് ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് കളർഫുൾ ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സ് ഉള്ളത് ഈ ഒരു പാർക്കിൽ. ഈ ഏരിയയിലാണ് നമുക്ക് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്, അങ്ങനെ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വാട്ടർ ആണ്. അത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ്. ആൻഡ് റെഡ് ബീയിങ് ദ ഹോട്ടസ്റ്റ് ആൻഡ് ബ്ലൂ ബീയിങ് ദ ഇപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ദോഷി ആക്റ്റീവായ ഹാപ്പിയായി. സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഗീസർ ബേസിൻ യെല്ലോ സ്റ്റോണിൽ. ആൻഡ് ഇവിടെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി ഗീസർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 199 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഒരു നല്ല ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. ഈ നോറിസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ചേഞ്ചസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതായത് പുതിയ പുതിയ ഹോട്ട് സ്പ്രിങ്സും ഗീസേഴ്സും ഒക്കെ ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ചുമ്മാ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോഴ്സലൻ ബേസിൻ ആൻഡ് ബാക്ക് ബേസിൻ എന്ന് പറഞ്ഞ 2 ഏരിയാസ് ആണ്. അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും ഹൈഡ്രോ തെർമൽ ഫീച്ചേഴ്സും ഒക്കെ കൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിൻ്റെ അടുത്തോട്ട് എത്തുന്തോറും കുറച്ച് ഒരു ഹോട്ട് ക്ലൈമറ്റായി വരികയാണ്. കൂളിൽ നിന്നും കണ്ടോ ഒരു വലിയൊരു ഗീസറുണ്ട്. അത് ഫുൾ സറൗണ്ടഡ് ബൈ സ്റ്റീമാണ്. നമുക്ക് തോന്നും ആക്ച്വലി വി ആർ വാക്കിംഗ് ഇൻസൈഡ് എ ക്ലൗഡ്. ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ അത്. ആൻഡ് ഇവിടെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ എക്സെൽസർ ഗീസർ. ഇതാണ് ആ ഒരു എക്സെൽസർ ഗീസറിൻ്റെ ആ ഒരു അപ്പിയറൻസ്. ആൻഡ് ഇവിടെ പല ടൈപ്പ് ഓഫ് ഗീസേഴ്സ് ഉണ്ട് കേട്ടോ. ഫുൾ ഓഫ് ഇത് ഇറപ്റ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഹോട്ട് വാട്ടറും സ്റ്റീമും കൊണ്ടാണ്. അത് ലാസ്റ്റ് ചെയ്യുന്നത് 1.5 to 5 minutes ആണ്. അപ്പോൾ എല്ലാ 90 minutesലും ഇതിങ്ങനെ ഇറപ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിലാണ്. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്. ഇതിന് 370 feet ഡയമീറ്റർ ആൻഡ് ഓവർ 121 feet ഡീപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസ് തരുന്നത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അറേ ഓഫ് കളേഴ്സ് വരാൻ കാരണം ഡ്യൂ ടു ഹീറ്റ് ലവിങ് ബാക്ടീരിയ ആണ്. ഇതിവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനായ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ് ഒക്കെ ഇവിടെയാണ്. ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ് കണ്ടില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഇത് വെരി ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ട് സ്പ്രിങ് ആണ്. ആൻഡ് ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹോട്ട് സ്പ്രിങ് ആണ്. ആൻഡ് ഇറ്റ്സ് ലാർജസ്റ്റ് ഇൻ യെല്ലോ സ്റ്റോൺ. ഇതിൻ്റെ അറേ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഹീറ്റ് ലവിങ് ബാക്ടീരിയാസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തെർമോഫൈൽസ്. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഇസ് ഡീപ്പ് ബ്ലൂ ആണ്. പിന്നെ അതിൽ ചുറ്റിപ്പറ്റി ഗ്രീനും യെല്ലോ ഓറഞ്ച് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഒരു റെയിൻബോ എന്ന് തന്നെ പറയാം. പക്ഷേ റെയിൻബോയിലുള്ള എല്ലാ കളേഴ്സും ഇതിലില്ല ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഭയങ്കര ഹോട്ട് ടെമ്പറേച്ചറാണ്. അത് റേഞ്ച് ചെയ്യുന്നത് അറൗണ്ട് 160 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 190 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇറപ്ഷൻസ് അറൗണ്ട് ഞാൻ പറഞ്ഞില്ലേ 100 to 180 feet ഹൈ വരെ ഇതിന് പോകാൻ പറ്റും. ആൻഡ് ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത് മാസീവ് ആയിട്ടുള്ളൊരു ഹോട്ട് സ്പ്രിങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ജിയോ തെർമൽ ഫീച്ചേഴ്സ് കാരണം ഇത് ഭയങ്കര പോപ്പുലറാണ്. ആൻഡ് ഇവിടെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് ഒരു മിഡ് ഡേ ആണ്, സണ്ണി ഡേ. പെർട്ടിക്കുലർലി ഒരു ലേറ്റ് സ്പ്രിങ് സമ്മർ ആ ഒരു ടൈമിലാണ്. കാരണം ഇവിടെ സണ്ണ് ഹൈയസ്റ്റ് ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റീം എന്ന് പറയുന്നത് ലൈറ്റ്ലി ലെസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വൈബ്രൻറ്റ് കളർ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ എത്തിയ ടൈം പെർഫെക്റ്റ് ടൈമായിരുന്നു. അതുപോലെ വലിയ ക്രൗഡൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ആ ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു വരുമ്പോൾ ഈ ഒരു എക്സെൽസർ ഗീസറിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു പോർഷൻ. ആ ഒരു റിവർ പോലെ ആ ഒരു ഹോട്ട് സ്പ്രിങ് ഇങ്ങനെ ഒഴുകി ഒരു റിവർ പോലെ നേരെ വന്ന് വീഴുന്നുണ്ട്. ഇത് ആ ഒരു ഏരിയയിൽ തന്നെ വേറെ കുറച്ച് ഹോട്ട് സ്പ്രിങ് ആണ്. ഇത് മൊത്തം മിഡ് ബേ ഗീസറിൻ്റെ ആ ഒരു സെക്ഷൻ തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ചേണിങ് സൗണ്ട് എന്തായാലും ഇങ്ങനെ ലൈവായിട്ടൊരു ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. അൾട്ടിമേറ്റ് ഒരു നല്ലൊരു വണ്ടർ ആയിരുന്നു. ഫുൾ ഓഫ് യെല്ലോ സ്റ്റോൺ.
എന്താ പറയുക, നമുക്ക് ഭയങ്കര മിസ്റ്ററി പോലെയൊക്കെ തോന്നും. പിന്നെ നൈതു ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറേ വണ്ടറായിട്ടൊക്കെ അവൾക്കും കാണാനുള്ള ഭാഗ്യം കിട്ടി. അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ഫുൾ ഹോട്ട് സ്പ്രിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് വീണാൽ നമ്മൾ തീർന്നു എന്ന് തന്നെ പറയാം. എല്ലാം നല്ല സേഫായിട്ട് വേണം കിഡ്സിനെയൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ. ഭയങ്കരമായിട്ടുള്ള ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇവിടെ നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വേപ്പറിൻ്റെ ആ ഒരു വാട്ടർ വേപ്പറായി അത് സ്റ്റീം ആവുന്ന ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. ഭയങ്കര ചൂടുമായിരുന്നു. വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വാട്ടർഫോൾ വരെ ഒരു ചെറിയൊരു റിവർ പോലെ പോവുകയാണ്. ഉണ്ടോ ഈ വെള്ളത്തിൻ്റെ നല്ല തണുപ്പ്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി പോയത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ കാണാനാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അതൊരു ഗീസർ കണ്ടില്ല, അതിൻ്റെ ഒരു ഇറപ്ഷൻ ടൈമുണ്ട്. ഏട്ടൻ റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് അവിടെയാണ്. ഒരു വേപ്പർ പോകുന്ന കാണാൻ പറ്റുന്നില്ല, അവിടെയാണ് നടക്കുന്നത്. അപ്പം പ്രഡിക്ഷൻ ടൈം പറഞ്ഞിരിക്കുന്നത് 11:05 ആണെന്ന് തോന്നുന്നു. 11:05. ഇതിൻ്റെ അടുത്തൊക്കെ ഫുൾ തിരക്കാണ്, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാമ്പ് ചെയ്യാം. നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്പോർട്ട് ബുക്കുണ്ട്. ആ ബുക്കിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് മേടിക്കാം. സോ അപ്പോൾ ഞാനത് സ്റ്റാമ്പ് ചെയ്ത് മേടിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വിസിറ്റർ സെൻറ്ററിൽ പോയിട്ട് നൈദുന ജൂനിയർ റേഞ്ചർ ബുക്ക് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതുവരെ വെയിറ്റ് ചെയ്യാണ്. ഇനിയൊരു 10-15 മിനിറ്റ്സ് ഉണ്ട്. വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. അതായത് നമുക്ക് ജൂനിയർ റേഞ്ചറിൻ്റെ ഒരു റേഞ്ചർ ബുക്ക് കിട്ടും. അത് ഏജസ് 3 തൊട്ടുള്ള കിഡ്സിനാണ്. ആക്ച്വലി 4 തൊട്ടാണ്. അപ്പോൾ ഞങ്ങൾ നൈദുവിന് മേടിക്കാറുണ്ട്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ജൂനിയർ റേഞ്ചറിൻ്റെ ഒരു ബാഡ്ജ് കിട്ടും. ആസ് മെനി ആസ് ദേ ക്യാൻ കളക്ട് ദേ വിൽ ഗെറ്റ് ക്രെഡിറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങനെ കളക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, കണ്ടില്ലേ, സൺസ്ക്രീനൊക്കെ ഇട്ട് നിൽക്കുവാണ്. വെയിലാണ്. ക്യാപ്പ് വയ്ക്കുക തലയിൽ. ഇവിടെ തന്നെ ഒരു ലോഡ്ജൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എന്നൊക്കെ പറഞ്ഞാണ് ഒരു ലോഡ്ജ് സെറ്റ് ചെയ്തേക്കുന്നത്. ലോഡ്ജാണ്. നല്ല തിരക്കുണ്ട്, ക്രൗഡും കാര്യങ്ങളുമൊക്കെ. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇതും എൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്. സോ ഞങ്ങളിവിടെ നിൽക്കാൻ വിചാരിച്ചു. പിന്നെ ആ കാണുന്നത് അവിടെയാണ് വിസിറ്റർ സെൻറ്റർ. സോ വിസിറ്റർ സെൻറ്ററിലോട്ട് പോകണം ഇനിയിപ്പം. ക്യാപ്പ് വയ്ക്കുക തലയിൽ. ഇവിടെ തന്നെ ഒരു ലോഡ്ജൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എന്നൊക്കെ പറഞ്ഞാണ് ഒരു ലോഡ്ജ് സെറ്റ് ചെയ്തേക്കുന്നത്. ലോഡ്ജാണ്. നല്ല തിരക്കുണ്ട്, ക്രൗഡും കാര്യങ്ങളുമൊക്കെ. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇതും എൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്. സോ ഞങ്ങളിവിടെ നിൽക്കാൻ വിചാരിച്ചു. പിന്നെ ആ കാണുന്നത് അവിടെയാണ് വിസിറ്റർ സെൻറ്റർ. സോ വിസിറ്റർ സെൻറ്ററിലോട്ട് പോകണം ഇനിയിപ്പം. ആൻഡ് ഈ ഒരു ഗീസർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഫെയിം വെൽ ഡിസേർവ് ചെയ്തേക്കുന്ന ഒരു ഗീസറാണ്. ആൻഡ് ഇത് റബ്റ്റ് ചെയ്യുന്നത് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമാണ്. അവർ പ്രഡിക്ഷൻ ടൈം പറയും. ആ പ്രഡിക്ഷൻ ടൈമിനനുസരിച്ച് അതിങ്ങനെ ഇറപ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ചില സമയത്ത് പണ്ട്, അതായത് പാസ്റ്റിൽ ഈ ഒരു ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇറപ്ഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ജിയോളജിസ്റ്റിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന റേഞ്ച് ചെയ്യുന്നത് 96 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു ഇറപ്ഷൻ തന്നെയാണ് ഈ ഒരു ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ. ഇത് ഇറപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോപ്പായൊരു കേസ് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഡ്രഫ്റ്റൊക്കെ വന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു ഇറപ്ഷൻ സ്റ്റോപ്പായിട്ടുണ്ട്. ആൻഡ് ഇതൊരു ആക്റ്റീവും, അതായത് എവറി 90 മിനിറ്റ്സിൽ ഇതിങ്ങനെ ഓരോ ഇൻ്റർവെൽസിലും ഇങ്ങനെ ഇറപ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. കണ്ടില്ല, അത് ഇറപ്റ്റ് ആവുന്നതാണ് അവിടെ കാണുന്നത്. Wow.
Naidu, what is it? Oh, one. Naidu. Wow. Look how high it goes up to. സോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വിസിറ്റർ സെൻറ്ററിൽ വന്നായിരുന്നു. വിസിറ്റർ സെൻറ്ററിൽ ഞങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞു സ്റ്റാമ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യണം, പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നൈതുവിന് കാണാൻ വേണ്ടിയുള്ള കുറച്ച് തിങ്സൊക്കെ ഉണ്ടായിരുന്നു. കിഡ്സിന് വേണ്ടി അവർ ഇങ്ങനെ ഓരോ എക്സിബിറ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു തെർമോക്കോൾ സെറ്റപ്പൊക്കെ ചെയ്ത് ആനിമൽസിൻ്റെ പടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല തിരക്കായിരുന്നു ഈ ഒരു ടൈം. ഇപ്പോൾ ഇവിടെ ഒരു ന്യൂൺ ടൈം ആയി കേട്ടോ. ഞങ്ങൾ ഫുഡ് ആക്ച്വലി ഞാൻ പറഞ്ഞു നേരത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. കാറിരുന്ന് തന്നെ മറ്റേ അവിടെ കണ്ടിട്ട് നമ്മുടെ ഗീസർ ബേസിൻ കണ്ടിട്ട് ഞങ്ങൾ നേരെ കാറിരുന്ന് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കണ്ട് കറങ്ങി നടന്ന് കാണാനുള്ള ലൂപ്പാണ്. സോ ഒരുപാടുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. Wait a minute. ടൈം എത്രയായി? എത്രയായി? 11 ആയോ? സൗണ്ട് ഇവിടെ ഫ്ലൈറ്റ് പോകില്ലേ? പക്ഷേ സിയാറ്റിൽ വന്നിട്ടില്ല. സിയാറ്റിൽ പോകണത്രയും ഫ്രീക്വൻറ്റ് ഫ്ലൈറ്റ് പോകണം. ഈ സമയത്ത് ഓപ്പൺ ആക്കും ടെമ്പററി എയർപോർട്ട്. I mean, it's really sad because that's the fact that it plays that is like 12:37. It keeps changing all the time. ഫുൾ ജീസർ ഒന്നും കൂടെ കാണാമെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഇറപ്റ്റിംഗ് ടൈം വിസിറ്റർ സെൻറ്ററിൽ 12:14 ആണെന്നാണ് കാണിച്ചത്. നൈതു നൈതു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. യമ്മിയാണോ? എടാ തുടങ്ങി കേട്ടോ അത്. I got one of the pictures from a few days ago. No good. Oh, yes. That's nature. Naidu, look at that. This one seems bigger than I think Grant can go like up to a higher. അത് കഴിഞ്ഞിട്ട് ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ നിയർ ബൈ ആയിട്ട് കുറേ ഗീസേഴ്സൊക്കെ ഉണ്ട്.
സോ അത് കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങോട്ട് നടക്കുവാണ്. വലിയൊരു ലൂപ്പാണ് കേട്ടോ. ഇവിടെ ബ്ലൂ സ്റ്റാർ സ്പ്രിങ് അങ്ങനെ ഒരുപാട് പല നെയിമുള്ള കുറേയധികം ഗീസേഴ്സ് ഉണ്ട്. സോ അതെല്ലാം കാണാമെന്നും പറഞ്ഞ് നമ്മൾ നടക്കുവാണ്. എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൾഫറിൻ്റെയും മാംഗനീസിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. കണ്ടോ ആ ഒരു കളർ ചേഞ്ച് ഒക്കെ കണ്ടേ? അത് മാംഗനീസ് സൾഫർ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കുറേ ബാക്ടീരിയാസ് പിന്നെ ആൽഗെ അങ്ങനത്തെ കുറേ പാർട്ടിക്കിൾസ് എല്ലാം ഇവിടെ ഉണ്ട്. എന്താല്ലേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. ഇതൊക്കെ ഇറപ്റ്റ് ആയാലുള്ള ഒരു അവസ്ഥ. My hands away. So you put like 5 pounds of Say hi to Papa. Hi. Thank you so much. ഇത് ഗ്രോട്ടോ ഗീസറാണ് കേട്ടോ. ഇതിന് ഇങ്ങനെ ഇറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇതെനിക്കൊരു വണ്ടറായിട്ടാണ് തോന്നിയത്. കാരണം ഒരു കേവ് പോലെ, കേവിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള അതിങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. കണ്ടില്ലേ? മഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാൻഡ് ഇഫക്റ്റ്, ഒരു ഗ്രേ കളറാണ് കേട്ടോ ഇത്. അതിങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങനെ പമ്പ് സെറ്റ് വിടും പോലെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂളിൻ്റെ അടുത്താണ് മോർണിംഗ് ഗ്ലോറി പൂൾ. കാണാമോ? ഇത് ഭംഗിയല്ലേ? അതിൽ ഗ്രീന്, യെല്ലോ, ബ്ലൂ, ടർക്കോയ്സ് കളർ. ഇതെല്ലാം ഇതിൽ ആക്ച്വലി ത്രൈവ് ചെയ്യുന്നത് കുറേ ബാക്ടീരിയാസ് ഉണ്ട്. ആൻഡ് ഇത് കുറച്ച് ഇതിൻ്റെ ലൈഫ് അൺസർട്ടൺ എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. കാരണം ഇവിടെ ഈ വരുന്ന ടൂറിസ്റ്റ് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ആയിട്ടുള്ള തിങ്സും പിന്നെ കോയിൻസും ഒക്കെ ത്രോ ചെയ്ത് അതിനെ എൻഡേഞ്ചറിൻ്റെ ഇതിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് മോർണിംഗ് ഗ്ലോറി പൂൾ ആൻഡ് ദ മോർണിംഗ് ഗ്ലോറി. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പൂളാണ് കേട്ടോ. ആൻഡ് അതിൻ്റെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും കൊണ്ട് ഇത് ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ആൾക്കാർ ഈ ത്രോൺ, അതായത് ഈ കോയിൻസ്, ട്രാഷ്, റോക്സ് എല്ലാം ഈ പൂളിലോട്ട് എറിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഡെബ്രിസ് ലെയറിന് കുറച്ച് ഒരു ഇതുപോലെ വന്നു, കളർ ചേഞ്ചൊക്കെ ഉണ്ടായി, തെർമൽ എനർജി എല്ലാം ലോസായി. ഇപ്പം വാട്ടറും എല്ലാം കുറഞ്ഞ് കുറേ നാളത്തേക്ക് അവിടുത്തെ ആ ഒരു ഇതെല്ലാം പോയായിരുന്നു. കാരണം അതിൻ്റെ ആ ബാക്ടീരിയ ആണ് അതിന് ആ ഓറഞ്ചും യെല്ലോ കളേഴ്സും ഒക്കെ കൊടുക്കുന്നത്.
ഇപ്പോൾ അവരത് ഭയങ്കര ഇതായിട്ട് പ്രിസർവ് ചെയ്യാണ് ആ ഒരു മോർണിംഗ് ഗ്ലോറി പൂളിനെ. സോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം, നെക്സ്റ്റ് പാർട്ടുമായി. ബൈ, ടേക്ക് കെയർ.